ഹലോ, ഞാൻ ലിബിൻലി. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന ഒരു വീഡിയോ. ഇന്നിപ്പോൾ ആട് 3യുടെ ഭാഗമായിട്ട് മറ്റേ ആട് 3 ഷൂട്ടിങ് പോട്ടെ, ആട് 3യുടെ റിലീസിൻ്റെ സമയത്തേ മറ്റേ ആറാട്ടണ്ണനായിട്ടൊരു പ്രശ്നം ഏതൊരുത്തന്നല്ല. അന്ന് പെരേരനെ തല്ലാനൊക്കെ ഓടിച്ച് ഏതൊരു IMA ഹൗസോ അവിടെ കണ്ടതാണോ എന്തോ ഇവിടെ വെച്ച് പെരേരനെ തല്ലാൻ ഓടിച്ച ഒരു കൊച്ചിക്കാരെന്ന് ഒരുത്തനില്ല, ഒരു ഊള അവനാണ്. പക്ഷേ അവനിന്ന് ആറട്ടൻ്റെ മേത്ത് കയറിയൊക്കെ തല്ലണതൊക്കെ ഇതിൽ കാട്ടുന്നുണ്ട്, ആ വീഡിയോയിൽ കാട്ടുന്നുണ്ട്. അതെന്തായാലും തന്തയില്ലായ്മ തരാ. കാരണം ഈ ഒന്നും ചെയ്യാതെ, അതായത് തിരിച്ചടിക്കാൻ അറിയില്ലെന്ന ആളെ ചെന്ന് മെക്കിട്ട് കയറിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ, ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം. ആ പാവത്തിനെ പിടിച്ച് തല്ലിയിട്ട് അതും ഇതേപോലെ കണ്ടന്റ് ആക്കണേ ഏതൊരു മീഡിയ തണ്ടി, ഒരു നാറി, ഒരു മൈരൻ. ഇത്രയും പേര് അവിടെ മീഡിയക്കാരവിടെ ഉണ്ട്. ഒന്നില്ലെങ്കിലും ഇയാളെ വിറ്റ് തിന്നിട്ടുള്ള അവിടെയുള്ള എല്ലാ മീഡിയക്കാരും ആ നാരികൾക്കൊക്കെ പിടിച്ചു മാറ്റാൻ പാടില്ലായിരുന്നു. ഇതേപോലെ ഒരു തന്തയിലായ്മ തരം കണ്ടിട്ട് ഒന്ന് പിടിച്ചു മാറ്റെങ്കിലും ചെയ്തുകൂടെ? ഭയങ്കര മോശമായി പോയത്. അത് നോക്കിയേ, ആറാട്ടണ്ണന് പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ 100 തവണ പറഞ്ഞു നിങ്ങൾ കുറച്ച് നാളത്തേക്ക് വനിതയിലേക്ക് കയറണ്ടെന്ന്. ഞാൻ പുള്ളിക്ക് വനിതയെ തന്നെ എന്തായാലും വനിതയെ തന്നെ പോകണം. പക്ഷെ ഇവൻ കാട്ടിയത് തെണ്ടിത്തരാണ്. എന്താ അല്ലേ മുട്ടുകാലിനെ കിട്ട ആ പാവം പിടിച്ച ആറാട്ടൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊന്നും അത്ര നല്ലതൊന്നും ഞാൻ പറയല്ല. പുള്ളി അത്യാവശ്യം പറയണുണ്ട്, റീച്ചും ഉണ്ടാക്കണുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ഇമാതിരി തെണ്ടിത്തരം കാട്ടേണ്ട വല്ല കാര്യമുണ്ട് ഇവന്. വെറുതെ നിൽക്കണ മനുഷ്യൻ. അയാൾ എന്ത് റിവ്യൂ പറഞ്ഞാൽ ഇവനെന്താ? ഇവനാരാ? മലയാള സിനിമയുടെ രക്ഷകനാ ഇവനാരാ? ഒന്നില്ലെങ്കിൽ വായും കൊണ്ട് പറയണത് പറയാം, അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പം തള്ളേണ്ട കാര്യമുണ്ടോ? അതും തിരിച്ചു തല്ലാൻ പറ്റില്ല, പാങ്ങില്ലാത്ത ഒരാളെ. എന്ത് കാര്യത്തിന്? അലവലാതി എന്ന് പറയാൻ അവനും മര്യാദയ്ക്ക് പറ്റൂല. ഈ നാരിയാണ് സിനിമയിൽ അഭിനയിക്കാൻ കയറുന്നത്. അല്ലാണ്ട് മലയാള സിനിമ രക്ഷിക്കാൻ പറ്റുന്ന നാരിയാണ്. അലവലാതി എന്ന് പറയാൻ പോലും അവന് ആ പൊട്ടന് പറ്റൂല. എന്നിട്ടാണ് അവൻ ആറാട്ടെണ്ണ പോയി തല്ലിയത്. നോക്കി നിങ്ങള് പിടിക്കണ്ടേ? ഇത് കണ്ടിട്ട് എങ്ങനെയാ ഇത്രയും തെണ്ടിത്തരം കാട്ടിയിട്ട് നിപ്പണ്ടവൻ്റെ. എടാ ഊളെ, സിനിമ ലോകമാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്ത സിനിമ വെച്ചിട്ട് നല്ലതെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത് നീ മനസ്സിലാക്കണം. അതിനുള്ള വിവരം വേണം. ഇതൊന്നും രണ്ടോ ഒരു ബാഗ് നോക്കി ഇതേപോലെ ഒരു പാവം പിടിച്ച മനുഷ്യനൊക്കെ പിടിച്ച് തല്ലേണ്ട വല്ല കാര്യമുണ്ടോടാ? ഊളപ്പാണ്ടി. ഇയാളെ നിന്നെ കൊണ്ട് പറയാൻ പറ്റുന്നത് നീ പറ. കാരണം പുള്ളി എന്തെങ്കിലും തെണ്ടിത്തരം അവിടെ. പുള്ളി ഇന്ന് ആട് 2 അവിടെ നല്ല ആട് 3 നല്ല റിവ്യൂ തന്നെയാണ് പുള്ളി പറഞ്ഞത്. പുള്ളി മോശമായിട്ട് റിവ്യൂ പറഞ്ഞതെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലായാലും ഫസ്റ്റ് ഹാഫിൻ്റെ ഇത് പറഞ്ഞത് പുള്ളി നല്ല കൊള്ളാമെന്നാണ്. പിന്നെ ഇതിലെങ്ങാണ്ടൊക്കെ പറഞ്ഞിട്ട് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളി എന്നിട്ട് മോശം റിവ്യൂ പറഞ്ഞേ. ഇവൻ ഇന്ന് തിയേറ്ററിൽ വെച്ചുണ്ടായ സംഭവം അപ്പം തന്നെ ഏതോ മീഡിയ തണ്ടികൾ വേറെ വീഡിയോ എടുത്തു. ഇതൊക്കെ പ്ലാൻഡാന്നിങ്ങനെ ആ പാവം പിടിച്ച മനുഷ്യനൊക്കെ പിടിച്ച് തല്ലേണ്ട എല്ലാ കാര്യമുണ്ടോ? ഇവൻ്റെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ്. ഇവനെങ്ങനെയെങ്കിലും വൈറലാവണ സിനിമയിൽ കയറാൻ നോക്കണം. ഇപ്പം നീ കയറും വാ. ഒരു പാവം പിടിച്ച മനുഷ്യനെ എന്താ അല്ലേ? ഓരോരോ ഊളന്മാര്. ഞാനാണെങ്കിൽ ഇപ്പോൾ വനിതയിലേക്ക് കയറാണ്ടിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും എന്തായാലും കയറി ഞാൻ.
ഇപ്പം ഞാൻ പിന്നെ കയറല. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അത് കാരണം ഞാൻ അത് വേറെ ആരും ഇല്ലെന്ന മനസ്സിലായിണ്ടാവന്. കാരണം ഒന്നാമതിൽ ആ ഭാവം പിടിച്ചവനെ എല്ലാവരോടും ശത്രുതയാണ്. അപ്പം ഇങ്ങനെ മെക്കിട്ട് കയറി ആരും ചോദിക്കാൻ വരില്ലെന്ന് ഇവനറിയാം. പക്ഷെ എനിക്കതല്ല, ഇവിടെ കൂടിയെന്ന മീഡിയ തെണ്ടികളുടെ അടുത്ത് എനിക്ക് പറയാം, മീഡിയ തെണ്ടികൾ നാറികൾ ഇയാളെ വിറ്റ് പൈസ ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാൻ പറ്റിയ? അതും വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് ആ ഇടിക്കാൻ പോയവനെ വലിയ മഹാനാക്കി ഇതേ അടിയിൽ വേറെ വീഡിയോ ചെയ്യിപ്പിക്കണം. ഓരോരോ ഊളം മീഡിയ തെണ്ടികൾ അങ്ങനെ വേണം പറയാൻ.